ഇതൊരു കോമൺ ഇഷ്യൂ ആണ്. പല സ്റ്റുഡൻസും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഐ നോ ജർമ്മൻ. A1 A2 കഴിഞ്ഞതിൻ്റെ ശേഷം അവർക്ക് റിയൽ ലൈഫ് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് സെന്റൻസ് ബിൽഡ് ചെയ്യാനോ അല്ലെങ്കിൽ ജർമ്മൻ കേട്ട് കഴിഞ്ഞാൽ അത് എന്താ പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനോ കഴിയുന്നില്ല. ശരിക്കും എന്താണ് ഇവിടെ പ്രശ്നം? ദേ നോ ദ ലാംഗ്വേജ് ബട്ട് ദേ ഡോണ്ട് നോ ഹൗ ടു യൂസ് ദ ലാംഗ്വേജ്. ഗ്രാമർ റൂൾസ് റീഡ് ചെയ്യുന്നത് ഈസിയാണ്, ബട്ട് അത് അപ്ലൈ ചെയ്യുന്നതാണ് യഥാർത്ഥ ചലഞ്ച്. പല ട്യൂട്ടേഴ്സിൻ്റെയും ടീച്ചിങ് മെത്തേഡ് തന്നെ ഒരു മിസ്റ്റേക്കാണ്. ദേ ഗീവ് ദം എ കോഴ്സ് ബുക്ക്. ആ കോഴ്സ് ബുക്ക് വെച്ചിട്ട് അവർ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യും, ക്ലാസ് ഓൺ. പക്ഷേ യൂട്ടിലൈസേഷൻ ഇല്ല, റിയൽ ലൈഫ് കോൺവെർസേഷൻ ഇല്ല, സെന്റൻസ് ബിൽഡിംഗ് പ്രാക്ടീസും ഇല്ല. എന്നാൽ ഇതിൻ്റെയൊക്കെ റിസൾട്ടോ സ്റ്റുഡൻസിന് ടെക്സ്റ്റ് ബുക്കിലുള്ള തിയറീസ് ഒക്കെ അറിയാം, ബട്ട് റിയൽ ലൈഫിൽ ഒരു ജർമ്മൻകാരന് മുന്നിലെത്തുമ്പോൾ കംപ്ലീറ്റ്ലി സ്റ്റക്ക് ആവും. ഗ്രാമർ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്കില്ലാണ്. ഇറ്റ് നീഡ്സ് റെപ്പിറ്റേഷൻ, സ്പീക്കിംഗ് പ്രാക്ടീസസ്, റിയൽ ലൈഫ് എക്സാമ്പിൾ ആൻഡ് റൈറ്റിംഗ് ഡ്രിൽസ്. ഇവയില്ലെങ്കിൽ ഗ്രാമർ ഒരു സെറ്റ് ഓഫ് റൂൾസ് മാത്രമാണ്, അല്ലാതെ ലാംഗ്വേജ് കംപ്ലീറ്റ് ആവുന്നു. സോ വാട്ട് ആക്ച്വലി മാറ്റേഴ്സ്? ക്യാൻ യു ബിൽഡ് സെന്റൻസസ്? ക്യാൻ യു തിങ്ക് ഇൻ ജർമ്മൻ? ക്യാൻ യു റെസ്പോണ്ട് സ്പോണ്ടേനിയസ്ലി? Can you speak to a native German speaker confidently? ഇത്രയൊക്കെ പഠിച്ചിട്ടും if the answer is still no, പ്രോബ്ലം ലാംഗ്വേജ് അല്ല, പഠിപ്പിച്ച രീതിയാണ്.